വർഷം 1800 കാലഘട്ടത്തിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന ബാണം ആൻഡ് ബെയ്ലി സർക്കസ് എന്ന സർക്കസ് കമ്പനിയുടെ സ്ഥാപകനായിരുന്നു ഫിനിയസ് ടെയ്ലർ ബാണം. അദ്ദേഹത്തിൻ്റെ സർക്കസ് പരിപാടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ കുപ്രസിദ്ധമായ ഒന്നായിരുന്നു അവിടെ വരുന്ന ആളുകളുടെ ഭൂതം, ഭാവി, വർത്തമാനം പ്രവചിക്കുന്ന ഐറ്റം. അതിനായി അദ്ദേഹം ദി മിസ്റ്റീരിയസ് ലേഡി ഓഫ് ന്യൂയോർക്ക് എന്ന പേരിൽ ഒരു സ്ത്രീയെ കളത്തിലിറക്കുന്നു. അവർക്ക് അമാനുഷിക അത്ഭുത ശക്തികളുണ്ടെന്നായിരുന്നു അദ്ദേഹം പ്രചരിപ്പിച്ച വാദം. ആ ഐറ്റം കാണാൻ വേണ്ടി മാത്രം ആളുകൾ വരാൻ തുടങ്ങി. ആക്ച്വലി ദാറ്റ് ഷോ ബിക്കേം എ സൂപ്പർ ഹിറ്റ്. അവിടെ വരുന്ന ആളുകളെ പറ്റി കൃത്യമായി അവർക്ക് പ്രവചിക്കാൻ സാധിച്ചിരുന്നു. അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല അവർ കാണികളെ പറ്റിക്കുകയായിരുന്നെന്ന്. സത്യത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന തന്ത്രം എന്തായിരുന്നു എന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ചുരുളഴിയുന്നത്. വർഷം 1947 സൈക്കോളജിസ്റ്റ് റോസ് സ്റ്റാഗ്നർ ഒരു കൂട്ടം പേഴ്സണൽ മാനേജർമാരുടെ ഇടയിൽ ഒരു പരീക്ഷണം നടത്തി. അവരോട് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്താനായി അദ്ദേഹം ആവശ്യപ്പെടുന്നു. പിന്നീട് അവരുടെ യഥാർത്ഥ റിസൾട്ടിനെ അടിസ്ഥാനമാക്കി ഫീഡ്ബാക്ക് നൽകുന്നതിന് പകരം അദ്ദേഹം ഓരോ ആളുകൾക്കും ഒരുപോലെ തന്നെ ഉത്തരം കൊടുത്തു. പക്ഷേ അതിശയകരമെന്നാൽ എല്ലാവർക്കും അവരെ പറ്റി കിട്ടിയ ഫീഡ്ബാക്ക് വളരെ കൃത്യമായിരുന്നു. ഇതേ തുടർന്ന് ഒരു വർഷത്തിന് ശേഷം 1948 സൈക്കോളജിസ്റ്റ് ബെൽട്രാം ഫൊറർ സമാനമായ മറ്റൊരു പരീക്ഷണം നടത്തി. അതാണ് ദി ക്ലാസിക് ടെസ്റ്റ്. അദ്ദേഹം തന്നെ 39 വിദ്യാർത്ഥികളിൽ ഡയഗ്നോസ്റ്റിക് ഇൻട്രസ്റ്റ് ബ്ലാങ്ക് എന്ന പേരിൽ ഒരു സൈക്കോളജി ടെസ്റ്റ് നടത്തി. ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ഓരോരുത്തർക്കും ഒരേ ഫീഡ്ബാക്ക് തന്നെ കൊടുത്തു. പക്ഷേ അതും വളരെ വളരെ കൃത്യമായിരുന്നു. ഇവർ രണ്ടുപേരും കൊടുത്ത ഫീഡ്ബാക്ക് സെയിം ആയിരുന്നു. പക്ഷേ അതെങ്ങനെ വളരെ കൃത്യമായി പറയാൻ അവർക്ക് സാധിച്ചു? അവർ കൊടുത്ത ഉത്തരങ്ങൾ നിങ്ങൾക്കും കൃത്യമായി തോന്നും. ഉദാഹരണത്തിന്, ഒരു കൂട്ടം ആളുകൾ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. അതിൽ ഞാനാണ് സ്പീക്കർ എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഞാൻ മൈക്കിലൂടെ പറയുന്നു, ഇതിൽ ഒരാൾക്ക് അവരുടെ പാസ്റ്റ് ഓർക്കാൻ ഒട്ടും ഇഷ്ടമില്ല എന്ന്, അവർക്ക് കഴിഞ്ഞുപോയ അല്ലെങ്കിൽ ആരോടും പറയാൻ മടിയുള്ള ഒരു ഭൂതകാലമുണ്ടെന്ന്. അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ എല്ലാവർക്കും ഇത് കൃത്യമായി തോന്നും. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ആരോടും പറയാൻ ആഗ്രഹമില്ലാത്ത, ആർക്കും അറിയാത്ത എന്തെങ്കിലും ഒരു പാസ്റ്റ് ഉണ്ടാവും. ശരിയല്ലേ? ദിസ് ഈസ് കോൾഡ് ബാണം ഫോറർ എഫക്റ്റ്. ഇതുപോലെ അനേകം ചോദ്യങ്ങൾ നമ്മൾ എല്ലാവർക്കും കോമൺ ആയി വർക്കൗട്ട് ആകും. ഫോർ എക്സാമ്പിൾ, എല്ലാവരും നിങ്ങളെ അഭിനന്ദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ. ചിലപ്പോഴൊക്കെ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താറുണ്ട്. ഈയിടയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങളെങ്കിലും വളരെ വേണ്ടപ്പെട്ടവരോട് പോലും മറക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങൾ സുഹൃത്ത് ബന്ധത്തിന് വളരെ വില കൊടുക്കുന്ന ആളാണ്. ജീവിതത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, വലിയ വീട്, കാറ്, സാമ്പത്തികമായി നല്ല രീതിയിൽ ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങളെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ വഞ്ചിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട്